എൻ്റെ താലി. കഥ അവതരണം തുമ്പി. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. രേണു എല്ലാ അർത്ഥത്തിലും ശ്രുതിക്ക് അവളെ നൽകാൻ തീരുമാനിച്ചു. തലോടലും പരിചരണവും ഒക്കെ ആയിട്ട് ആഴ്ച ഒന്നങ്ങ് കടന്നുപോയി. രേണു പതിയെ സുഖം പ്രാപിച്ചു വന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു പ്രഭാതം അവൾ ഉണർന്നപ്പോൾ ജനാലയിലൂടെ വന്ന സൂര്യപ്രകാശത്തിന് ഒരു പ്രത്യേക തിളക്കമുള്ളതുപോലെ രേണുവിന് തോന്നി. അവൾ മെല്ലെ എഴുന്നേറ്റ് പോയി അടുക്കളയിൽ ചായ തിളയ്ക്കുമ്പോൾ ശ്രുതി അവിടേക്ക് വന്നു. അവളുടെ തോളിൽ കൈവച്ച് അവൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ഒന്ന് പുറത്തു പോയാലോ? കുറച്ച് ദിവസമായില്ലേ ഇങ്ങനെ. അവളുടെ മുഖത്ത് ഒരു വിടർന്ന പുഞ്ചിരി വിരിഞ്ഞു. അത് അവൾ കാത്തിരുന്ന നിമിഷമായിരുന്നു. പഴയ മുറിവുകളെല്ലാം ഉണങ്ങാൻ സമയം ഏറെ എടുക്കും എന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും ആ യാത്ര ഒരു പുതിയ തുടക്കമായിരിക്കും. കഴിഞ്ഞ രാത്രിയിലെ വേദനയും ഭയവും ആ മുറിയിലെ ഇരുട്ടിനൊപ്പം മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ശേഷിക്കുന്നത് പരസ്പരമുള്ള തിരിച്ചറിവുകൾ മാത്രമാണ്. ശ്രുതി അവളുടെ നെറുകയിൽ തലോടി. അവൾ ആ കൈകളിൽ മുറുകെ പിടിച്ചു. ഇനി നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കും, അവൾ പതിയെ മന്ത്രിച്ചു. ആ വാക്കുകൾ അവളുടെ കാതിൽ ഒരു സംഗീതം പോലെ മുഴങ്ങി. അവൾ ഏറെ സന്തോഷിച്ചു. അന്ന് വൈകുന്നേരം രേണുവും ശ്രുതിയും കൂടി പുറത്തുപോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. കൂട്ടത്തിൽ രേണുവിന് കുറച്ച് നൈറ്റ് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തു അവൻ. ഇത്തരം ഡ്രസ്സുകൾ ഞാൻ ഇടാറില്ല, ഇതൊന്നും വേണ്ട ശ്രുതിയേട്ടാ, അവൾ പറഞ്ഞു. ഏയ്, അതൊന്നും പറ്റില്ലടോ എൻ്റെ കൊച്ച്, ഇതൊക്കെ ഇട്ടെനിക്ക് കാണണം നിൻ്റെ ഈ സൗന്ദര്യം. ഞാനൊന്ന് കാണട്ടെടി. അവൾ ഒന്ന് പൊക്കോണം അവിടുന്ന്, തെല്ല് നാണത്തോടെ അവനോട് പറഞ്ഞു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല ക്ഷീണം തോന്നി. രേണു ഫ്രഷായി ഉറങ്ങാനായി വന്ന് കിടന്നു. അപ്പോൾ ശ്രുതി അവിടേക്ക് വന്നു. എന്താ മോളെ, കിടന്നോ നീയ്? ഇന്ന് ഏട്ടൻ്റെ മോള് ഏട്ടൻ വാങ്ങിയ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നേ, ഏട്ടനൊന്ന് കാണട്ടെ. അത് പിന്നെ നാളെ ആവട്ടെ, രേണു പറഞ്ഞു. അതൊന്നും പറ്റില്ല, ഇപ്പോൾ വേണം. ശ്രുതിയുടെ നിർബന്ധത്തിനൊടുവിൽ രേണുവിന് സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. പിങ്ക് കളർ നൈറ്റ് ഡ്രസ്സിൽ രേണുവിനെ കണ്ട ശ്രുതിക്ക് അവനെ നിയന്ത്രിക്കാനായില്ല. അവളുടെ സൗന്ദര്യം ഒന്നുകൂടി കൂടിയ പോലെ പെട്ടെന്ന് തന്നെ അവൻ അവളെ അവനോടടുപ്പിച്ച് കെട്ടിപ്പിടിച്ചു. ഏയ്, എന്താ ഏട്ടാ, വിടൂന്നേ, അവൾ പറഞ്ഞു. ശ്രുതി മെല്ലെ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ തഴുകാൻ തുടങ്ങി. ശേഷം അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടോട് ചേർത്ത്. അവൻ്റെ മീശ കൊണ്ടപ്പോൾ അവൾക്ക് ഇക്കിളിയായി. എന്നവൾ മൂളി. അവൻ അവളുടെ ചുണ്ടുകളെ നന്നായി നുണയാൻ തുടങ്ങി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ശ്രുതി അവളുടെ ചുണ്ടിൽ നിന്നും മെല്ലെ തെന്നി മാറി. എന്താടി പെണ്ണെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവിടെ നിന്നും അവളുടെ കണ്ണുകളെയും കൺവിളിലും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതുകളെ തഴുകി ഇക്കിളിയാക്കി. അവൻ അവളെ നന്നായി കെട്ടിപ്പിടിച്ചു. അവളുടെ നൈറ്റ് ഗൗൺ ബട്ടൺ മെല്ലെ അഴിച്ചു തുടങ്ങി. രേണു നാണം കൊണ്ട് അവനെ തട്ടി മാറ്റാൻ ശ്രമിച്ചു. രേണുവിൻ്റെ ചെറിയ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ശ്രുതി അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് അവളിൽ പടർന്നപ്പോൾ മെല്ലെ അവൾ അവൻ്റെ തോളിലേക്ക് തലച്ചയച്ചു. അവളുടെ ശ്വാസഗതിയുടെ വേഗത കൂടി. എന്താടോ, പേടിക്കാതെ, എൻ്റെ പെണ്ണിത് സമ്മതിക്കടോ, ഞാനല്ലേ, അവൻ അവളുടെ കാതോരം മൃദുവായി മന്ത്രിച്ചു. ആ ശബ്ദത്തിലെ പ്രണയം അവളിലൊരു പുഞ്ചിരി വിരിയിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിന് പിന്നിലൂടെ തലോടിയപ്പോൾ അവൾ കണ്ണുകൾ മെല്ലെ പൂട്ടി. രാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ മാത്രം മുഴങ്ങിക്കേട്ടു. ശ്രുതി അവളുടെ തോളിൽ നിന്നും നൈറ്റ് ഗൗൺ മെല്ലെ ഊരിമാറ്റി. AC-യുടെ തണുത്ത കാറ്റ് അവളുടെ ചർമ്മത്തെ തഴുകിയപ്പോൾ അവളൊന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ തണുപ്പിനെ മാറാനെന്നോണം ശ്രുതി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം നന്നെ മനസ്സിലാക്കിയ ശേഷം ശ്രുതി അവളുടെ നെറ്റിയിൽ വീണ്ടും അമർത്തി ചുംബിച്ചു. റൂമിലെ ആ നേർത്ത ലൈറ്റ് വെളിച്ചത്തിൽ അവളുടെ വയറിലെ ആ ചെറിയ കറുത്ത മറുക് അവനെ ഹരം കൊള്ളിച്ചു. അവൻ അല്പനേരം അത് നോക്കി നിന്നു. അവൻ്റെ നോട്ടം ചെന്ന് നിന്നിടം മനസ്സിലാക്കിയ രേണു പരിഭ്രമത്തോടെ നൈറ്റ് ഗൗൺ വലിച്ചിടാൻ ശ്രമിച്ചു. പക്ഷേ ശ്രുതി അവളുടെ കൈകളെ മെല്ലെ തടഞ്ഞു. ശ്രുതി, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ, എനിക്ക് നാണം വരുന്നു, അവൾ മുഖം വെട്ടിച്ചു മന്ത്രിച്ചു. ഇത്രയും കാലം കൂടെയുണ്ടായിട്ടും നിൻ്റെ ഈ മറുക ഞാൻ കണ്ടില്ലല്ലോ രേണു,
അവൻ അത്ഭുതത്തോടെ പറഞ്ഞു. അവൻ്റെ വിരൽത്തുമ്പുകൾ മെല്ലെ ആ മറുകിന് ചുറ്റും വട്ടം വരച്ചു. ആ സ്പർശനം അവളിൽ ഒരു വൈദ്യുത തരംഗം പോലെ പടർന്നു. രേണുവിൻ്റെ ശരീരം ശ്രുതിയെ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. അവൾ ശ്വാസം അടക്കിപ്പിടിച്ചു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എണീറ്റ് പോടാ, മതി. അവൾ അവനെ മെല്ലെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും ശ്രുതി അവളെ വിട്ടില്ല. അവൻ കുനിഞ്ഞ് ആ മറുകിൽ അമർത്തി ചുംബിച്ചു. ആ നിമിഷം രേണുവിൻ്റെ കൈകൾ അറിയാതെ ശ്രുതിയുടെ മുടി ഇഴകൾ തലോടി. അവൻ്റെ നൽകിയ സുരക്ഷിതത്വത്തിൽ രേണു ശ്രുതിയെ